ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് എ.കെ. രാമാനുജൻ എഴുതിയ ദ സ്ട്രൈഡേഴ്സ് എന്ന കവിത ഡിസ്കസ് ചെയ്യാം. ഇതൊരു ചെറിയ കവിതയാണെങ്കിലും ആഴമുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക, അതായത് ഒരു സിംബോളിക് കവിതയാണ്. അതുപോലെ ഈ കവിത 1966 അതായത് 1966 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ദ സ്ട്രൈഡേഴ്സ് എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവിതയിലോട്ട് കടക്കാം. Put away this dream and search for certain thin-stemmed, bubble-eyed water bugs. അപ്പോൾ ആദ്യ വരിയിൽ തന്നെ ഒരു റെപ്പിറ്റേഷൻ നമുക്ക് കാണാം. എന്താ പറയുന്നത്? പുട്ട് എവേ. ഈ റെപ്പിറ്റേഷൻ കാണിക്കുന്ന എന്താണ്? ആ ഏർജൻസിയാണ്. അപ്പോൾ ഈ വരിയാണ് കവിതയുടെ ആശയം തുടങ്ങുന്നത്. അപ്പോൾ പുട്ട് എവേ ദിസ് ഡ്രീം എന്നത് ഒരു ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്നത്, കവി പറയുകയാണ്, സ്റ്റോപ്പ് ചേസിങ് ഇമാജിനറി മിറാക്കിൾസ്, ഇല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ഇമാജിനേഷനിലോട്ട് പോകുന്നത് സ്റ്റോപ്പ് ചെയ്യൂ. അതായത് യാഥാർത്ഥ്യമില്ലാത്ത സ്വപ്നങ്ങൾ വിട്ട് പ്രകൃതിയിലെ യഥാർത്ഥ അത്ഭുതങ്ങളെ കാണാൻ കവി പ്രേരിപ്പിക്കുന്നു നമ്മളെ. അപ്പം നമ്മുടെ അടുക്കൽ എന്താണ് കവി ചുരുക്കത്തിൽ പറയുന്നത്? അൺറിയലിസ്റ്റിക് ഡ്രീംസ് അബാൻഡൻ ചെയ്തിട്ട് പ്രകൃതിയുടെ റിയൽ മിറാക്കിൾസ് ഒബ്സർവ് ചെയ്യുക. ലുക്ക് അറ്റ് റിയൽ ലൈഫ്, ലുക്ക് കെയർഫുള്ളി അറ്റ് നേച്ചർ. അപ്പം യാഥാർത്ഥ്യത്തെ കാണാൻ നമ്മൾ ശ്രമിക്കണം. അടുത്തതായിട്ട് എന്താണ് പറയുന്നത്? ആൻഡ് സെർച്ച്. വളരെ ചെറിയ വരിയാണെങ്കിലും അതിന് വലിയ അർത്ഥമുണ്ട്. പുട്ട് അവേ ദിസ് ഡ്രീം എന്നതിന് ശേഷം ആൻഡ് ഉപയോഗിച്ചിരിക്കുന്നു. അതായത് സ്വപ്നം നിർത്തുക, അത് മാത്രം പോരാ, അതിനു പകരം എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അന്വേഷിക്കണം. സെർച്ച് എന്നത് ശ്രദ്ധയോടെ നിരീക്ഷിക്കുക, ആഴത്തിൽ അന്വേഷിക്കുക. ഇത് സൂചിപ്പിക്കുന്നത് പ്രകൃതിയിലെ അത്ഭുതങ്ങൾ എളുപ്പത്തിൽ കാണാൻ കഴിയില്ല, അവ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ചുരുക്കത്തിൽ സ്വപ്നം കാണാതെ യാഥാർത്ഥ്യത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കാൻ കവി നമ്മെ പ്രേരിപ്പിക്കുന്നു. ഫോർ സർട്ടൻ തിൻ സ്റ്റെംഡ് ബബിൾ ഐഡ് വാട്ടർ ബഗ്സ്. ബബിൾ ഐഡ്, ഐസ് ലുക്സ് ലൈക്ക് സ്മോൾ ബബിൾസ്. എങ്ങനെയാണ്? റൗണ്ടാണ്, ബൾജിങ് ആണ്, ഷൈനി ആയിട്ടുള്ള ഐസ്. അപ്പോൾ കവി നമ്മോട് വെള്ളത്തിന്മേൽ ജീവിക്കുന്ന ചെറു കീടങ്ങളെ ശ്രദ്ധിക്കാൻ പറയുന്നു. അവയുടെ കാലുകൾ എങ്ങനെയാണെന്നാണ് വിവരിക്കുന്നത്. തിൻ സ്റ്റെംഡ്, തിൻ ഹെയർ ലൈക്ക് ലെഗ്സ്, തിന്നായിട്ടുള്ള, ഡെലിക്കേറ്റ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ അവയുടെ കണ്ണുകളും കാലുകളും അതിൻ്റെ രൂപം നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന വരികളാണ് ഇത്. സീ ദം പെർച്ച് ഓൺ ഡ്രൈ കാപ്പിലറി ലെഗ്സ്, വെയ്റ്റ്ലെസ് ഓൺ ദ റിപ്പിൾ സ്കിൻ ഓഫ് എ സ്ട്രീം. അപ്പം പെർച്ച് എന്നത് നമുക്കറിയാം, പക്ഷികൾ കൊമ്പിലിരിക്കുന്നത് പോലെ. അപ്പോൾ സിറ്റ് അല്ലെങ്കിൽ റെസ്റ്റ്. അപ്പോൾ ഈ വരികൾ വെള്ളത്തിന്മേൽ മുങ്ങാതെ നിൽക്കുന്ന ചെറു കീടങ്ങളെക്കുറിച്ചാണ്. അവയുടെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാലുകൾ നനയാതെ ആ തിരക്കുള്ള വെള്ളത്തിൻ്റെ മേൽത്തട്ടിൽ അവ ഭാരമില്ലാത്തതുപോലെ നിൽക്കുന്നു. അവ വെള്ളത്തിന്മേൽ നിസ്സാരമായി ഇരിക്കുന്നത് നോക്കൂ എന്ന് കവി നമ്മളോട് പറയുകയാണ്. റിപ്പിൾ സ്കിൻ ഓഫ് എ സ്ട്രീം. അപ്പോൾ റിപ്പിൾ എന്നത് ചെറിയ തിരകൾ, സ്മോൾ വേവ്സ് ഇൻ വാട്ടർ ആണ്. അപ്പോൾ ഫ്ലോവിങ് സ്ട്രീമിൻ്റെ സർഫസിൽ ആ ഇൻസെറ്റ് ഇരിക്കുന്നു. അപ്പോൾ ഇത് പ്രകൃതിയുടെ അത്ഭുതമാണ് കവി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുപോലെ കവി വെള്ളത്തിൻ്റെ മേൽത്തട്ടിനെ തൊലി എന്ന് വിളിക്കുന്നു. അതായത് സർഫസ് ഓഫ് വാട്ടർ ഈസ് കമ്പയർഡ് ടു വാട്ട് ടു ഹ്യൂമൻ സ്കിൻ. ഇവിടെ ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. സ്കിൻ ഓഫ് എ സ്ട്രീം എന്ന ഫ്രേസ് ഒരു മെറ്റഫറാണ്. മെറ്റഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ്സ് എ പോയറ്റിക് ഡിവൈസ് ഇൻ വിച്ച് വൺ തിങ് ഈസ് ഡയറക്ട്ലി കമ്പയർഡ് ടു അനദർ തിങ്, സേയിങ് ഇറ്റ് ഈസ് ദാറ്റ് തിങ്. പക്ഷേ ഇവിടെ ലൈക്ക് അല്ലെങ്കിൽ ആസ് പോലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. സർഫസ് ഓഫ് ദ വാട്ടറിനെ കവി സ്കിൻ എന്ന് പറഞ്ഞു. സോ ഹി കമ്പയർസ് ദ സർഫസ് ഓഫ് ദ വാട്ടർ ടു ഹ്യൂമൻ സ്കിൻ. വെള്ളത്തിന് യഥാർത്ഥത്തിൽ തൊലിയില്ല, ഇതൊരു രൂപകമാണ്, മെറ്റഫറാണ്. ഇവിടെ വെള്ളത്തിൻ്റെ മേൽഭാഗം മനുഷ്യൻ്റെ തൊലിയോട് താരതമ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട്. പെർസോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റി ടു നോൺ ഹ്യൂമൻ തിങ്സ്. അപ്പം നദിക്ക് മനുഷ്യഗുണങ്ങൾ നൽകി അവതരിപ്പിക്കുകയാണ് ഇവിടെ പോയിട്ട്. ദ സ്ട്രീം ഈസ് ട്രീറ്റഡ് ലൈക്ക് എ ലിവിങ് ബീങ്. സ്ട്രീമിന് സ്കിൻ ഉണ്ടെന്ന് പറയുന്നു, അതിനൊരു ജീവനുള്ളതായി കാണിക്കുകയാണ് കവി ഇവിടെ. നോട്ട് ഓൺലി പ്രൊഫറ്റ്സ് വാക്ക് ഓൺ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ നടക്കുന്നത് പ്രവാചകരെ മാത്രം സംബന്ധിച്ച അത്ഭുതമല്ല, നമ്മൾ പല പല കഥകളിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറു കീടങ്ങൾക്കും അത് സാധ്യമാണ് എന്ന് കവി പറയുന്നു. അപ്പോൾ പ്രകൃതിയിലാണ് യഥാർത്ഥ അത്ഭുതം, ശ്രദ്ധിച്ചാൽ മാത്രമേ അത് കാണാൻ കഴിയൂ. അപ്പോൾ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരിയാണിത്. ദിസ് ബഗ് സിറ്റ്സ് ഓൺ എ ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ്. അപ്പം
ആ സ്മോൾ ഇൻസെക്ട്സ് എവിടെയാണ് ഇരിക്കുന്നത്? ഷൈനി സർഫസ് ഓഫ് ദ വാട്ടറിൻ്റെ മുകളിൽ. അപ്പോൾ ആ മൂവിങ് വാട്ടറിൽ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? സൺലൈറ്റ്. ആ മൂവിങ് റിഫ്ലക്ഷൻസ് എന്തുപോലെ തോന്നുന്നു? ലൈക്ക് ഫ്ലോവിങ് ലൈറ്റ് അല്ലെങ്കിൽ സ്ലൈഡിങ് ലൈറ്റ്. ആ ഇൻസെക്റ്റ് വളരെ ചെറുതാണെങ്കിലും അത് വലിയ പ്രകാശത്തിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ സിറ്റിംഗ് ഇൻ ദ മിഡിൽ ഓഫ് സംതിങ് ഗ്രാൻഡ്, അല്ലെ സിറ്റിംഗ് ഇൻ ദ മിഡിൽ ഓഫ് സംതിങ് ബ്യൂട്ടിഫുൾ മൂവിങ് ലൈറ്റ്. അപ്പോൾ ഇതിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത് എന്തെല്ലാമാണ്? ആ ബ്യൂട്ടി ഓഫ് നേച്ചർ. രണ്ടാമത് ദ ഗ്രേറ്റ്നെസ് സറൗണ്ടിങ് സ്മോൾ ക്രീച്ചേഴ്സ്. മൂന്നാമത് ഹൗ ഓർഡിനറി സീൻസ് ക്യാൻ ബിക്കം എക്സ്ട്രാ ഓർഡിനറി വെൻ ഒബ്സേർവ്ഡ് ക്ലോസ്ലി എന്നത്. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് എന്നത് നമുക്കറിയാം മണ്ണും കല്ലും താഴേക്ക് ഒഴുകുന്നതാണ്. ഇവിടെ കവി പ്രകാശത്തെ അതുമായി താരതമ്യം ചെയ്യുന്നു. ഷൈനിങ് മൂവിങ് ലൈറ്റ് ഓൺ വാട്ടർ ഈസ് കമ്പയർഡ് ടു എ ലാൻഡ് സ്ലൈഡ്. അപ്പോൾ ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്. അപ്പോൾ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന പ്രകാശം ഒഴുകുന്നത് പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകാശം താഴേക്ക് ഒഴുകുന്നത് പോലെ അല്ലെ സ്ലൈഡ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നു. അപ്പോൾ ഇതൊരു രൂപകമാണ്. അപ്പോൾ ഈ ഒരു വരി, അതായത് ദിസ് ബഗ് സിറ്റ്സ് ഓൺ എ ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ് എന്നതിൽ ഏതെല്ലാം പോയറ്റിക് ഡിവൈസസ് ഉണ്ട്? മെറ്റഫർ ഉണ്ട്, അതായത് ലൈറ്റ് ഈസ് കമ്പയർഡ് ടു എ ലാൻഡ് സ്ലൈഡ്. അതുപോലെ ഇമേജറി ഉണ്ട്, അതായത് സ്ട്രോങ് വിഷ്വൽ ഇമേജ് നമുക്ക് നൽകുന്നുണ്ട്. ഏതാണത്? ഷൈനിങ് മൂവിങ് വാട്ടർ. അതുപോലെ ഒരു അലിട്രേഷൻ ഉണ്ട് ഇവിടെ, അതായത് ലാൻഡ് സ്ലൈഡ് ഓഫ് ലൈറ്റ്സ്, ലാൻഡ് സ്ലൈഡ് ലൈറ്റ്സ്. അപ്പോൾ റിപ്പിറ്റേഷൻ ഓഫ് ദ കോൺസണന്റ് സൗണ്ട്, അതായത് എൽ സൗണ്ട്. ഓക്കെ. ആൻഡ് ഡ്രൗൺസ് ഐ ഡീപ്പ് ഇൻ ടു ഇറ്റ്സ് ടൈനി സ്ട്രിപ്പ് ഓഫ് സ്കൈ. അപ്പോൾ അത് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളത്തിൽ ആകാശത്തിൻ്റെ പ്രതിബിംബം കാണുന്നു. ഐ ഡീപ്പ് എന്നത് സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ ശ്രദ്ധ അല്ലെങ്കിൽ ആഴത്തിലുള്ള നിരീക്ഷണം. സ്കൈ, ആകാശം. നമുക്കറിയാം സാധാരണയായി വിശാലത, അനന്തത, സ്വാതന്ത്ര്യം ഇവയാണ് ഈ ആകാശം എന്ന ആ വാക്ക് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ അത് ടൈനി സ്ട്രിപ്പായി കാണുന്നു. അപ്പോൾ ഓരോ ജീവിക്കും സ്വന്തം ലോകദർശനമുണ്ട്. ദ ഇൻസെക്ട്സ് ടൈനി റിഫ്ലക്റ്റഡ് സ്കൈ ഈസ് ഇറ്റ്സ് ഹോൾ യൂണിവേഴ്സ്. അപ്പോൾ ഈ വരികൾ ചെറു ജീവികൾക്കും സ്വന്തം ലോകവും ആഴമുള്ള അനുഭവം ഉണ്ടെന്ന് കാണിക്കുന്നു. അപ്പോൾ ഇൻടു ഇറ്റ്സ് ടൈനി സ്ട്രിപ്പ് ഓഫ് സ്കൈ, അതായത് വെള്ളത്തിൽ കാണുന്ന ആകാശത്തിൻ്റെ പ്രതിബിംബം വളരെ ചെറിയതാണ്. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം ആ ഇൻസെക്റ്റ് ഒരു ചെറിയ ആകാശഭാഗം മാത്രമേ കാണുന്നത്. അതിൻ്റെ ലോകമെന്നത് പരിമിതമാണ്, എങ്കിലും അതിനത് മുഴുവൻ ലോകമാണ്. സോ ഇൻസെക്ട്സ് വേൾഡ് ഈസ് സ്മോൾ, ഇറ്റ്സ് യൂണിവേഴ്സ് ഈസ് ലിമിറ്റഡ്, യെറ്റ് ദറ്റ് സ്മോൾ വേൾഡ് ഈസ് കംപ്ലീറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ദ സ്ട്രൈഡേഴ്സ് എന്ന കവിത പ്രകൃതിയിലുള്ള യഥാർത്ഥ അത്ഭുതങ്ങളെ കാണിക്കുന്നു. അതുപോലെ വെള്ളത്തിന്മേൽ നടക്കുന്ന ചെറു കീടത്തിൻ്റെ രൂപത്തിലൂടെ കവി ചെറുതിൻ്റെ മഹത്വം, ഓരോ ജീവിക്കും സ്വന്തം ലോകമുണ്ടെന്ന ആശയം വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ കവിതയുടെ പ്രധാന സന്ദേശങ്ങൾ എന്തെല്ലാമാണ്? യഥാർത്ഥ അത്ഭുതങ്ങൾ പ്രകൃതിയിലാണ്. അതുപോലെ ഇമാജിനറി സൂപ്പർ നാച്ചുറൽ മിറാക്കിൾസിനെ ബിലീവ് ചെയ്യാതെ യാഥാർത്ഥ്യത്തെ ശ്രദ്ധിക്കണം, പ്രകൃതിയെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം, ലോകത്തെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. അതായത് ഈ ഒരു കവിത എൻകറേജ് ചെയ്യുന്നത് കെയർഫുൾ ഒബ്സർവേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഇമാജിനേഷനാണ്. അതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ ആഴം കാണിക്കുന്ന കവിതയാണിത്. ചെറിയ കീടങ്ങൾ വെള്ളത്തിന്മേൽ നടക്കുന്നു, അവ ചെറുതായാലും എങ്ങനെ ജീവിക്കുന്നു? ധൈര്യത്തോടെ ജീവിക്കുന്നു. അതുപോലെ മനുഷ്യരും ദുർബലരായാലും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയിൽ വിശ്വാസം വേണമെന്നും ഈ കവിത പഠിപ്പിക്കുന്നു. I hope you are clear with this explanation. Thank you. Have a nice day.